വിഷുവിൻ്റെ അന്ന് ഫുഡും കഴിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ അതാ ഇന്നാണ് ഞാൻ വരുന്നത്. ഇന്നിപ്പോൾ ഞാൻ വരുമ്പോൾ കുട്ടികളെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ കാലത്ത് നേരത്തെ പോന്നു വീട്ടിൽ നിന്ന്. ഒരു 6 മണിയല്ല 7 മണി ആവണേൻ്റെ മുന്നേ പോന്നു. അപ്പോൾ അതാ 8 മണി ആകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വന്നതിന് 2 ഉദ്ദേശമുണ്ട് കേട്ടോ. ഒന്ന് വീട് അടിച്ചുകൂടി തുടച്ചിടണം. പിന്നെ ഇപ്പോൾ 2 ദിവസം മുന്നേ അപകടം ഉണ്ടായത് ഇവിടെ അടുത്തായിരുന്നല്ലോ. അപ്പോൾ എന്തെങ്കിലും ജനലൊക്കെ പൊട്ടിയിട്ടുണ്ടോ, എന്താണ് അവസ്ഥ എന്നൊക്കെ ഒന്ന് അറിയണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ വേഗം വന്നത്. പിന്നെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നോക്കി കുഴപ്പമൊന്നുമില്ല, അവർ ചുറ്റും നടന്നിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ജനലൊക്കെ ഒന്ന് തുറന്നു നോക്കണം എന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഓടിപ്പടഞ്ഞ് ഇന്ന് തന്നെ വന്നത്. അപ്പോൾ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ വന്ന വേഷത്തിൽ അങ്ങനെ ചൂലായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഒരു മാക്സി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പോകണമെന്ന് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് മേലെ കൊടുന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ താഴേക്ക് അടിച്ചൊരു തുടച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ മേലേക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ ആ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ ഇവിടെ തന്നെ താഴേക്ക് ചോട്ടിലേക്ക് അങ്ങോട്ട് ഇടുകയാണ്, ഒരു സൈഡിലേക്ക് ഇടുകയാണ് കേട്ടോ ചെയ്തത്. എനിക്ക് താഴെ കയറി ഇറങ്ങാൻ വയ്യ. വെറുതെ ഫാനൊക്കെ ഇട്ടിട്ട് എവിടെയെങ്കിലും ഇരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇത്ര ചൂട് തോന്നില്ല കേട്ടോ. വല്ല പണി എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ ഇങ്ങനെ വേർത്ത് ഒഴുകിക്കൊണ്ടിരിക്കും. അത് ഞാൻ 2 കൈയിട്ടിട്ട് മുഖമൊക്കെ തുടച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നടന്ന് പോണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരോ താഴ്ന്ന് ബെല്ലടിച്ചു. അത് നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. നോക്കാൻ ചെന്നപ്പോൾ അമ്മയാണ്. അപ്പോൾ ഞാൻ അമ്മോട് എണ്ണക്കുപ്പിയായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എണ്ണക്കുപ്പിയല്ല, ക്യാൻ കേട്ടോ. വെളിച്ചെണ്ണ ആട്ടി കൊടുത്തിട്ട് ഞാൻ ക്യാനിൽ നിന്ന് ബക്കറ്റിലേക്ക് ഒഴിച്ചു വെച്ചതാണ് കേട്ടോ അതിൻ്റെ തെളി. പക്ഷേ ആ ബക്കറ്റിൻ്റെ അടിഭാഗത്ത് ഒരു ലേശം ഇങ്ങനെ ഈ വെളിച്ചെണ്ണ ആട്ടി കൊണ്ടുവരുമ്പോൾ ആ തേങ്ങയുടെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിങ്ങനെ ചെറുതായിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഇരുന്നിട്ടുണ്ട് വെച്ചെങ്കിൽ എണ്ണ കേടുവന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മോട് ക്യാനായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാൻ കൊടുന്നപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് അതിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. ഇന്നിവിടെ അടുത്തുള്ള ഒരു ഹനുമാൻ ക്ഷേത്രത്തിൽ എന്തോ പ്രതിഷ്ഠാദിനം അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അമ്മ വേഗം പോയിട്ടാണ്. എന്നിട്ട് പിന്നെ ബാക്കി ഞാൻ വേറൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കണ്ട അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ പോലെ കാണുന്നുണ്ട് ആ ബക്കറ്റിൻ്റെ. എന്തായാലും ഇപ്പം തന്നെ ഒഴിച്ചു വെക്കാൻ തോന്നിയത് നന്നായി. ഇത് നോക്കാതെ ഞാൻ എങ്ങാനും വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വെച്ചെങ്കിൽ ആകെ ഇനി വരുമ്പോഴേക്കും അത്രയും എണ്ണ ചിലപ്പോൾ കേട് വന്നിട്ടുണ്ടാകും. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനാകെ വയർത്തിട്ടത്. അപ്പോൾ ഞാൻ എന്നിട്ട് അമ്മ പോയതിൻ്റെ ശേഷം വെളിച്ചെണ്ണയൊക്കെ ഞാൻ ആ ഭാഗത്തേക്ക് തന്നെ എടുത്ത് വെക്കുകയാണ് തിരിച്ച്. ഇനി ആ ബക്കറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഉണ്ട്. അപ്പോൾ അത് അടിഭാഗം ഒന്ന് ഇരുന്നിട്ട് ഊറട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. ഇനി പോണതിൻ്റെ മുന്നേ വേറൊരു ചെറിയ ക്യാൻ കൊടുന്നേരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആക്കി വെക്കണം. ഞാൻ വീണ്ടും മേലേക്ക് വന്നിട്ട് പകുതി ഡോർ തുറന്നിട്ടാണല്ലോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മുഴുവൻ തുറന്ന് ഞാൻ പുറത്തേക്ക് ബാൽക്കണിയിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. അവിടെയൊക്കെ പൊടി പിടിച്ചിട്ടാണ് കിടക്കുന്നത്. പൊടി എന്ന് പറയാൻ കാണുമ്പോൾ അങ്ങനെ പൊടിയൊന്നും തോന്നണില്ല. പക്ഷേ ഇങ്ങനെ അടിച്ചൊരു കൂട്ടുമ്പോഴൊക്കെ നല്ല പൊടിയും അതുപോലെ പിന്നെ പല്ലിക്കാട്ടം അത് സംഭവം നന്നായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ചു കൂട്ടിയിട്ട് കളയുകയാണ് കേട്ടോ. ഈ പല്ലിയുടെ ശല്യം കുറയ്ക്കാൻ എന്താ ചെയ്യുക? ഞാനിങ്ങനെ ഓൺലൈനിൽ നിന്നേ യൂട്യൂബിലൊക്കെ ഓരോന്ന് കണ്ടിട്ട് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാറുണ്ട് കേട്ടോ. പക്ഷേ എന്ത് ചെയ്തിട്ട് നോക്കി അങ്ങനെ കുറവായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് ഇങ്ങനെ നമ്മൾ വല്ല കുന്തിരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുകയ്ക്കില്ലേ ധൂപൊക്കെ, അതുപോലെ പുകച്ചാൽ മതിയെന്ന്. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. കുറവുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് കൊതുവിന് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട്. പല്ലിക്കൊന്നും കുറവില്ല. പിന്നെ ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുമല്ലേ, അപ്പോൾ പിന്നെ അറിയാനും പറ്റില്ലല്ലോ. അടിച്ചോറിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അകൊക്കെ തുടച്ചു. അതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ വന്നിട്ട് ബാൽക്കണി തുടയ്ക്കുന്നത്. അപ്പോൾ തുടയ്ക്കടുത്ത വെള്ളമൊക്കെ ഇങ്ങനെ ബ്ലാക്ക് കളറായിട്ടുണ്ട്. അത്രയും പൊടിയുണ്ട്. അപ്പോൾ ചെരുപ്പിട്ട് നടക്കണോണ്ട് കാലും മാത്രം പൊടിയാവണമെന്നൊന്നും അറിയണില്ല കേട്ടോ. ഇതിപ്പോൾ അടിച്ചു വരുമ്പോൾ കുറച്ചൊക്കെ പൊടി കിട്ടി. പക്ഷെ തുടയ്ക്കുമ്പോൾ എന്തോരാണ് വീടിങ്ങനെ അടച്ചിടുമ്പോഴാണ് തോന്നുന്നത് ഇത്രയധികം പൊടി കയറുന്നത്. തുറന്നിടുമ്പോൾ എന്ന് പറയാൻ പറ്റില്ല, നമ്മളെന്നും അടിച്ചിട്ട് തുടക്കണല്ലേ, അതുകൊണ്ടാവും പൊടി അറിയാത്തത്. ഇതിപ്പോൾ അടച്ചിട്ടിട്ട് ഒരാഴ്ച കൂടുതലായില്ലേ, അതായിരിക്കും പൊടി. അടിച്ചോറിലും തുടയ്ക്കലും കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അത് എണ്ണയ്ക്കാനും കഴുകി വെക്കുകയാണ് കേട്ടോ. അത് ഞാൻ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എണ്ണ കുറച്ച് ദിവസം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ആവശ്യം വരും. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് കഴുകിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വരുമ്പോഴേക്കും ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവുമല്ലോ. ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കുളിച്ച് റെഡിയായിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സമയം 11:30 ആയിട്ടുണ്ട്. ഇപ്പോൾ പോയാലാണ് 1 മണിയൊക്കെ ആകുമ്പോഴേക്കും കടയിലേക്ക് എത്തുള്ളൂ. അമ്മ എന്തായാലും കുട്ടികളായിട്ട് കടയിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ആ സമയം കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 മണിയാകുമ്പോഴേക്കും ഞാൻ കടയിലേക്ക് എത്തിയിട്ടോ. അപ്പോഴേക്കും ഇത് അമ്മ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. സേമോൾക്ക് ഭക്ഷണം കൊടുക്കലാണ് ഒരു പണി. ഇപ്പോൾ അവൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വായയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. എത്രയായാലും കുട്ടി വായേന്ന് ഇറക്കില്ല. എന്നെ കുറേ നേരത്തിന് ശേഷം കണ്ടതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞപ്പോൾ വേഗം വായേന്ന് ഇറക്കിട്ടോ. അതാ പിന്നെ ബിസ്ക്കറ്റൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ബിസ്ക്കറ്റ് സച്ചു അവിടെ നിന്ന് ആരിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അവൾ കിട്ടിയപ്പോൾ തന്നെ അവൾ കൈ പിടിച്ചിരിക്കുകയാണ്.